അമേരിക്ക എന്ന രാജ്യത്ത് പഠിച്ച് അവിടെ തന്നെ ജോലി ചെയ്യുക, ഇന്ത്യയിൽ പഠിച്ച് അമേരിക്കയിൽ ജോലി ചെയ്യുക, അമേരിക്കയിലേക്ക് പോവുക എന്നത് കേരളത്തിലെ, അല്ലെങ്കിൽ കേരളത്തിലെ എന്ന് പറയുന്നതാണ് കൂടുതൽ അഭികാമ്യം, എല്ലാവരുടെയും യുവാക്കളുടെ ഒക്കെ തന്നെ ഒരു സ്വപ്നമാണ്. ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുമൊക്കെ ആളുകൾ പോകുന്നുണ്ട്, മറ്റ് രാജ്യങ്ങളിലേക്കും പോകുന്നു. പക്ഷേ അമേരിക്കയിൽ പോവുക, US പോവുക, മക്കൾ US എന്നൊക്കെ പറയുന്നത് വലിയ അഭിമാനമായി കരുതുന്ന മാതാപിതാക്കളൊക്കെ തന്നെ ഇന്നും ശക്തമായി തന്നെ ഇവിടെ നിലകൊള്ളുന്നു. അവർക്കൊരു വലിയ തിരിച്ചടിയാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ H1B വിസ സ്വപ്നങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് ഏർപ്പെടുത്തുന്നത്. വലിയ തുകയാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി ഈടാക്കാൻ പോകുന്നത് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഈ അമേരിക്കൻ ജോലി സ്വപ്നം കാണുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾ കഠിനാധ്വാനം മാത്രമല്ല, ഇനിയിപ്പോൾ ഏതാണ്ട് $1 ലക്ഷം ഏകദേശം 95 ലക്ഷം രൂപയോളം കൂടി ഉണ്ടാക്കാനുള്ള വഴി കണ്ടെത്തേണ്ടി വരും. ബിരുദത്തിന് ശേഷം അമേരിക്കയിൽ തന്നെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദേശ വിദ്യാർത്ഥികൾക്ക് ട്രംപ് ഭരണകൂടം ഏർപ്പെടുത്താൻ ഒരുങ്ങുന്ന ഫീസാണ് ഈ $1 ലക്ഷം. തീരുമാനം നടപ്പിലായാൽ ഒട്ടേറെ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഇത് തിരിച്ചടിയാകും. വിദേശ വിദ്യാർത്ഥികൾക്കായി നിലവിലുള്ള ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് എന്ന വർക്ക് പെർമിറ്റ് പരിപാടിക്ക് ഫീസ് ഏർപ്പെടുത്താൻ അമേരിക്ക ആലോചിക്കുന്നതായി വാൾ സ്ട്രീറ്റ് ജേർണൽ എന്ന മാധ്യമമാണ് റിപ്പോർട്ട് ചെയ്തത്. അതേസമയം ഇക്കാര്യത്തിൽ വൈറ്റ് ഹൗസ് ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. നിലവിൽ അമേരിക്കയിൽ ബിരുദം പഠിക്കാനെത്തുന്ന വിദേശ വിദ്യാർത്ഥികൾക്ക് പഠനം കഴിഞ്ഞ് 1 വർഷം വരെ മറ്റ് വിസകളില്ലാതെ ജോലി ചെയ്യാൻ ഈ അനുവാദമുണ്ട്. എന്നാൽ പ്രധാന മേഖലകളിലെ വിദ്യാർത്ഥികൾക്ക് 3 വർഷം വരെ ജോലി ചെയ്യാം. അമേരിക്കയിൽ ജോലി ചെയ്യാൻ അനുവദിക്കുന്ന H1B വിസയുടെ ആവശ്യം വരുന്നുള്ളൂ അതിനുശേഷം. എന്നാൽ പുതിയ പദ്ധതി പ്രകാരം ഈ OPT ലഭിക്കാനായിട്ട് വിദ്യാർത്ഥികൾക്ക് $1 ലക്ഷം നൽകേണ്ടി വരും. ഭൂരിഭാഗം ഇന്ത്യൻ കുടുംബങ്ങൾക്കും 1 കോടിയോളം രൂപയെന്ന ബാലിക റാമാല തന്നെയാണ്. ഈ 1 കോടി എന്ന് 95 ലക്ഷം എന്ന് പറഞ്ഞാൽ ഏകദേശം 1 കോടിയാണല്ലോ. അമേരിക്ക $1 ലക്ഷം ഫീസ് ഏർപ്പെടുത്തിയിരുന്നു. ഇത് ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് നേരത്തെ തിരിച്ചടിയായിരുന്നു. അമേരിക്കയിലെ 4-ൽ 3 H1B വിസക്കാരും ഇന്ത്യൻ വംശജരാണ് എന്നാണ് കണക്ക്. അതേസമയം H1B വിസ അപേക്ഷയ്ക്ക് ഫീസ് ഏർപ്പെടുത്തിയത് ബോസ്റ്റണിലെ ഫെഡറൽ അപ്പീൽ കോടതി തടഞ്ഞിട്ടുണ്ട്. അതോടെ ഇതേ ലക്ഷ്യം നേടാനുള്ള കുറുക്കുവഴിയാണ് OPTക്ക് ഫീസ് ഏർപ്പെടുത്തുന്നത് എന്ന് വിലയിരുത്തപ്പെടുന്നു. എന്നാൽ OPT ദുരുപയോഗം ചെയ്യാതിരിക്കാനും വിസ തട്ടിപ്പ് തടയാനും കഴിവുറ്റവരെ തിരഞ്ഞെടുക്കാനുമാണ് ഫീസ് ഏർപ്പെടുത്തുന്നത് എന്നാണ് അമേരിക്ക വ്യക്തമാക്കുന്നത്. പക്ഷേ ഈ മികവുറ്റ വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കണമെങ്കിൽ ഇന്ത്യൻ പണം 95 ലക്ഷം രൂപയോ 1 കോടി രൂപയോ ഒക്കെ വാങ്ങുക എന്ന് പറഞ്ഞാൽ അത് കോഷൻ ഡിപ്പോസിറ്റ് ആയിട്ടൊന്നുമല്ല, തിരിച്ച് തരാത്ത തുകയാണ്. ഓപ്പൺ ഡോഴ്സ് റിപ്പോർട്ട് പ്രകാരം 2024-25 3.63 ലക്ഷം ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് അമേരിക്കയിലെ വിവിധ സ്ഥാപനങ്ങളിലായി പഠനത്തിന് ചേർന്നത്. അമേരിക്കയിൽ പഠിക്കുന്ന വിദേശ വിദ്യാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ പേർ ഇന്ത്യയിൽ നിന്നാണ്. അതിൽ ഒരു നല്ലൊരു ശതമാനം കേരളത്തിൽ നിന്നാണ് എന്നുള്ളതാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് വലിയൊരു തിരിച്ചടിയാണ്. ട്രംപ് ഭരണകൂടം പലതരത്തിൽ ഇപ്പം വിദേശ വിദ്യാർത്ഥികൾക്ക് പൊതുവായിട്ട് ഒരു കാര്യം വന്നാൽ കൂടി അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക ഇന്ത്യയാണ്. ഈ വിഷയത്തിൽ നയതന്ത്രപരമായ ചർച്ചകൾ ഉണ്ടാകും എന്ന് ഇന്ത്യൻ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ഇന്ത്യൻ മാതാപിതാക്കളും അമേരിക്കയിൽ ജോലി ചെയ്യുന്നവരും ഒക്കെ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഇതിപ്പോൾ നടപ്പിലായി കഴിഞ്ഞാൽ അത് വലിയ തോതിലുള്ള ഒരു തിരിച്ചടിയായി മാറും എന്നതിൽ യാതൊരു തർക്കവുമില്ല. ഇത്തരത്തിൽ ജോലി ചെയ്യണമെങ്കിൽ ഏകദേശം 1 കോടി രൂപയൊക്കെ കെട്ടിവെക്കണം, $1 ലക്ഷം ഒക്കെ കെട്ടിവെക്കണം എന്ന് പറഞ്ഞാൽ അത് പ്രായോഗിക ബുദ്ധിമുട്ട് മാത്രമല്ല വലിയ സാമ്പത്തിക നഷ്ടത്തിലേക്കും ചെന്ന് എത്തും. നമുക്കറിയാം, വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ അനുസരിച്ചുള്ള ചെലവും മറ്റു കാര്യങ്ങളുമൊക്കെ അവിടെയുണ്ട്. അതിപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളായാലും അമേരിക്കയായാലും മറ്റ് രാജ്യങ്ങളായാലും ഒക്കെ അതെ. ഇപ്പം ഇന്ത്യയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് പോകുന്നു. അവിടെ പല ജോലികൾക്കും ഇതുപോലെ ഫീസൊന്നും കൊടുക്കേണ്ട ജോലികളുമുണ്ട്, കൊടുക്കേണ്ടാത്ത ജോലികളുമുണ്ട്. അപ്പോൾ അമേരിക്ക ഇത്തരത്തിൽ ഒരു സ്കിൽഡ് വിസയ്ക്ക് H1B വിസയ്ക്ക് ഇത്തരത്തിൽ ഒരു ഫീസ് ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അത് ഒരു ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾക്ക് മേൽ വെള്ളം കുരിയൊഴിക്കുന്ന ഒരു നടപടിയായി പോകും എന്നാണ് ഇപ്പോൾ നയതന്ത്ര രാഷ്ട്രീയ വിദഗ്ധരൊക്കെ തന്നെ അഭിപ്രായപ്പെടുന്നത്. ഈ വിഷയത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ഇടപെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീക്കുപോക്ക് ഉണ്ടാക്കണം എന്ന് ആവശ്യപ്പെടുന്നവരുമുണ്ട്.